നമുക്കൊരു സിമ്പിൾ കട്ട്ലറ്റ് റെസിപ്പി കാണാം. ആദ്യം തന്നെ കുറച്ച് ഒരു പാൻ എടുക്കുക, ഒനിയൻ, ചില്ലി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് വഴട്ടുക. കുറച്ച് പൊട്ടറ്റോയും കൂടെ ആഡ് ചെയ്യുക. പൊട്ടറ്റോ ആഡ് ചെയ്യേണ്ട അതിനകത്തേക്ക് നമുക്ക് ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്രയും 4 പൊടികളിടുക. അതും നന്നായിട്ട് ഇട്ട് വഴട്ടുക. ബീഫ് നമ്മൾ ഓൾറെഡി വേവിച്ച് വെക്കുക. ബീഫ് വേവിച്ച് വെക്കുമ്പോൾ അതിനകത്ത് ഉപ്പ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി ഇത് 4 ഇട്ട് വേണം വേവിക്കാനായിട്ട്. ആ ബീഫും കൂടെ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പൊട്ടറ്റോ മസാലയ്ക്കകത്ത് അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെയൊക്കെ കുറച്ച് മല്ലിയിലയും അതേ കണക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്യണം. ആ ഗരം മസാല ആഡ് ചെയ്യുന്ന ക്ലിപ്പ് മിസ്സായിപ്പോയി. അതും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ ബീഫിൻ്റെ ഫില്ലിങ് അപ്പോഴത്തേക്കും റെഡിയാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബീഫ് സ്മോൾ ബോൾസ് ആക്കി എടുക്കുക. ഓക്കെ, അത് നമ്മൾ എഗ് വാഷ് ചെയ്യുക, ബ്രെഡ് ക്രംസിൽ മുക്കുക, നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, ബീഫ് കട്ട്ലേറ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിള്ളേർക്കും അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വെരി സിമ്പിൾ. അപ്പോൾ ഈ ബീഫിൻ്റെ കൂടെ ഒരു കോഫി കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. സോ ഞാൻ കോഫിയും കൂടെ ഉണ്ടാക്കി. ഐ ഹാഡ് ദിസ് വൺ. വെരി സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സോ ഐ ഹോപ്പ് എവരി വൺ ലൈക്ക് ദിസ് വീഡിയോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.